11:30 BJP മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി BJP വീണ്ടും ഉപയോഗിക്കാൻ പോവുകയാണോ? അരുൺകുമാർ, തീർച്ചയായും BJP അല്പസമയത്തിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുന്നത്തൂർമേടുള്ള MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ലൈംഗിക ആരോപണങ്ങളും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമ പരാതികളും ഉയർന്ന സമയത്ത് ഈ BJPയുടെ പ്രതിഷേധം കോൺഗ്രസിനെതിരെ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടത് കൊണ്ട് മാത്രം രാഹുലിന്റെ MLA ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തങ്ങൾ നടത്തുമെന്നുള്ളതാണ് BJPയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. നോക്കൂ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അതിജീവിതമാരിലേക്ക് രാഹുൽ എത്തുന്നതും പിന്നീട് അവരെ ഈ വിവാഹ വാഗ്ദാനം നൽകി അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതും അതിനുശേഷം പിന്നീട് ഗർഭിണിയാക്കുന്നതും ഇതിനെല്ലാം ശേഷം ഈ ബന്ധം തന്നെ ഒഴിവാക്കി രക്ഷപ്പെടുന്നതും ഇത് പിന്നീട് പരാതിയാവുമ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ മുങ്ങുന്നുമെല്ലാം കൃത്യമായി തന്നെ രാഹുലിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ആ പദ്ധതികളെല്ലാം കൃത്യമായി തന്നെ പോലീസ് സംഘം പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ മൂന്നാമത്തെ ഈ ബലാത്സംഗ പരാതിയിലൂടെ കാണാൻ വേണ്ടി സാധിച്ചത്. രാഹുൽ മറ്റ് അതിജീവിതമാരെ സമീപിച്ചതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഈ അതിജീവിതയെ സമീപിക്കുന്നു. അതിനുശേഷം പിന്നീട് അവരുടെ വിവാഹ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന പേരിൽ അവരുമായി അടുപ്പം സ്ഥാപിക്കുന്നു. പിന്നീട് ആ ബന്ധം വളർത്തുകയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ആ ബന്ധം വലിയ രീതിയിൽ കൊണ്ടുപോയി പിന്നീട് അവരെ ഇത്തരത്തിൽ കബളിപ്പിക്കുകയുമാണ്. മാത്രമല്ല ഇനി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിതമാർ രംഗത്തേക്ക് വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയും രാഹുൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരാം. രാഹുൽ മാങ്കൂട്ടത്തിലെ അല്പസമയത്തിനുള്ളിൽ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും.